വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും താലികെട്ട് ചടങ്ങ് അച്ചമ്മ ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതിയുടെയും ഒക്കെ കല്യാണം അതിനിപ്പോൾ അധിക ദിവസമൊന്നും ഇല്ലല്ലോ, ആ ഒരു ചടങ്ങൊക്കെ അല്ലേ ഇപ്പൊ നടത്തേണ്ടത്. അതിൻ്റെ ഇടയിൽ എന്തിനാണമ്മ ഇങ്ങനെ കാശ് കളയുന്നതെന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് ചന്ദ്രമതി കാര്യങ്ങൾ പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചന്ദ്ര, നീ തൽക്കാലം ആ വായൊന്നടച്ച് അവിടെ അടങ്ങിയിരിക്കുക. പൈസ ഒക്കെ ചെലവാക്കുന്നത് ഞാനല്ലേ. എൻ്റെ സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കാനും എനിക്ക് ഒരു മടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതിക്കും സച്ചിക്കും ഒക്കെ വലിയ സന്തോഷമായി കേട്ടോ. രവിയും പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ, നിനക്ക് എന്താണ് പ്രശ്നം? അവർക്ക് വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത് നല്ലതല്ലേ? നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ധാരണയുണ്ടെന്നും പറഞ്ഞ് രവി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ചന്ദ്രയുടെ വിലയ്ക്ക് തീരുമാനത്തിനൊന്നും ഇവിടെ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പം, അതെ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ നേരെ വെക്കിട്ട് കയറുകയാണ്. ഞാനും രേവതിയും കൂടി നല്ലതുപോലെ ജീവിക്കണമെന്നൊന്നും നിങ്ങൾക്ക് ചിന്തയില്ലല്ലോ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ കാര്യം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്ര വേണേലും കഷ്ടപ്പെടും. അങ്ങനെ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛമ്മയുടെ അടുത്ത് നിന്നും പൈസയൊക്കെ ഉണ്ടാക്കിയതെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിച്ചതും ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ഇതിപ്പം ഒന്നും പറയാനും പറ്റില്ല. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയും കൂടി ഇരിക്കുന്നത് കൊണ്ട് ചന്ദ്ര ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നീടാണെങ്കിലും നമ്മുടെ രേവതിയോട് മുത്തശ്ശി പറഞ്ഞു, അച്ചമ്മയുടെ മോൾ ഇവിടെ വന്നേ, ദേ നാളെ നിങ്ങളുടെ താലികെട്ട് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും കാലവും നിങ്ങൾ പരസ്പരം ഇഷ്ടമില്ലാതെയൊക്കെ ആയിരിക്കും ജീവിച്ചത്. ഇനി അങ്ങ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളും സച്ചിയും കൂടി നല്ലതുപോലെയുള്ളൊരു ജീവിതം അത് മുന്നോട്ട് പോകണം. നാളെ നിങ്ങളുടെ താലികെട്ട് ചടങ്ങ് കഴിഞ്ഞ് നാളെ രാത്രി തന്നെയാണ് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കണം. അതിന് വേണ്ടിയിട്ട് നാളെ രണ്ടുപേരും പുതുവസ്ത്രങ്ങളൊക്കെ അണിയണം. അച്ഛമ്മ അതിന് വേണ്ടുന്ന ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ആണെങ്കിലോ, ആയിക്കോട്ടെ അച്ഛമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി, എൻ്റെ അച്ഛമ്മ ഡ്രസ്സൊക്കെ അവൾ പോയി എടുത്താൽ പോരെ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചി, നീ തന്നെ പോണോന്നും പറഞ്ഞ് സച്ചിയെയും കൂടെ ഏൽപ്പിച്ചു. അങ്ങനെ അച്ചമ്മയും അതുപോലെ രവിയും കൂടി അവിടെ ഇങ്ങനെ നിന്നു. രവി പറയുന്നുണ്ട്, മോളെ ദേ നല്ല വിശപ്പായിട്ടോ, അച്ഛന് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കെന്നും പറഞ്ഞ് രേവതിയോട് പറഞ്ഞതും ഇപ്പൊ ശരിയാക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരി കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ കിച്ചണിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അയ്യോ, ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അരി വേണമല്ലോ. അരി തൻ്റെ അമ്മായിയമ്മ എടുത്തു തന്നാലേ ശരിയാകുള്ളല്ലോ, അല്ലെങ്കിൽ തൻ്റെ കൈ വെട്ടുമെന്നാണ് ചന്ദ്രമതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രേവതി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിന്നു. അതിനുശേഷം ചന്ദ്രയുടെ അടുത്ത് പോയിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ കഞ്ഞി വെക്കണം, അതിനെനിക്ക് അരി എടുത്തു തരുമോയെന്ന് ചോദിച്ചതും ഫോണിൽ തോണ്ടിക്കൊണ്ട് ചന്ദ്ര ഇങ്ങനെ നോക്കി. നീ തന്നെ അരിയെങ്ങാനും എടുക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും നീ എന്നോട് ചോദിച്ചല്ലോ, അപ്പം നിനക്ക് എന്നെ പേടിയുണ്ടല്ലേ എന്നുള്ള രീതിയിൽ രേവതിയോട് ചന്ദ്രമതി ഇങ്ങനെ സംസാരിച്ചതും ചന്ദ്ര അമ്മായിയമ്മയാണെന്ന് പോലും നോക്കാതെ രേവതി, അതെ അധിക സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കേണ്ടതാണ്, അതുകൊണ്ട് അമ്മ ആ അരിയൊന്ന് അളന്ന് തരുമോ എന്ന് ചോദിച്ചു. എന്താണ് നിനക്ക് ഇത്ര വലിയൊരു ദേഷ്യം? നിനക്ക് എന്താണ്? നിന്റെ അച്ഛമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അഹങ്കാരമാണോ എന്ന് ചോദിച്ച് ചന്ദ്ര രേവതിയോട് മെക്കിട്ട് കയറുമ്പോഴത്തേക്കിനും, എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം, അതുകൊണ്ട് ഇത് താമസിച്ചാലും അമ്മ തന്നെ എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ദയവ് ചെയ്ത് ആ അരി ഒന്ന് എടുത്തു തന്നാൽ ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി, എൻ്റെ ഇഷ്ടമില്ലാതെയാണ് ഇവിടെ നാളെ ആ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ സന്തോഷത്തോടു കൂടിയൊന്നും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഇല്ലാന്നും പറഞ്ഞ് ഒരു മുന്നറിയിപ്പും ഒക്കെ കൊടുത്തു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് രേവതി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ചന്ദ്ര വന്ന് അരിയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ രേവതി കിച്ചണിൽ നിന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സുധിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തട്ടുകയാണ്. സുധിയുടെ അടുത്തേക്ക് വന്ന അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നിന്റെ ഭാവി വധുവിനെ കുറിച്ചിട്ട് നിന്റെ അമ്മയ്ക്ക് നല്ല അഭിപ്രായമാണല്ലോ. അതെ അച്ഛമ്മേ, അവൾ നല്ലൊരു ഒന്നാം തരം ഒരു ബ്യൂട്ടീഷ്യനാണ്, പിന്നെ കാണാനും ഒക്കെ കൊള്ളാമെന്നും പറഞ്ഞ് അച്ഛമ്മയോട് സുധി പെണ്ണിനെ കുറിച്ച് പുകഴ്ത്തി പറയുമ്പോഴത്തേക്കിനും, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് അവളെ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത്? അതെന്താ അച്ഛമ്മ? അച്ഛനും എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ, അച്ഛമ്മ ഇപ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമൊന്നും പറഞ്ഞ് സുധി ഇങ്ങനെ അച്ഛമ്മയോട് ചോദിച്ചതും
അല്ല, ഒരു കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. അവിടെ നിന്ന് നീ ആ രേവതിയെ ഇഷ്ടമല്ലാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിക്ക് അത് വലിയൊരു നാണക്കേടായി. ശ്രുതി ഒരക്ഷരം പോലും മിണ്ടിയില്ല. അച്ഛമ്മ പറഞ്ഞു, നിന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അതെ, അവളുടെ ബ്യൂട്ടി പാർലറിലേക്ക് ഞാൻ അച്ഛമ്മയെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പം രവി പറയാണ്, അല്ല ശ്രുതി, നിനക്ക് ജോലിക്കൊന്നും പോവണ്ടേ, നീ ജോലിക്ക് പോയിക്കോ. നാളെ നമ്മുടെ വീട്ടിൽ നല്ലൊരു ഫംഗ്ഷൻ നടക്കുകയല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാവി വധുവിനെ കൂടി ഈ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരികയാണ്. ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, അതെ, അത്രയും വലിയ വീട്ടിലെ കുട്ടിയാണ്, അവളുടെ അച്ഛനൊക്കെ മലേഷ്യയിലാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടി ഇവിടെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയൊക്കെ വേണം. അവള് വലത് കാല് വെച്ച് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, അന്ന് അമ്മ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. രവിയാണെങ്കിലോ, എൻ്റെ ചന്ദ്രൻ, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ദേ, ശ്രുതി ഈ വീട്ടിൽ വരാത്ത ആളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നാളത്തെ പരിപാടിക്ക് എൻ്റെ അമ്മയ്ക്ക് കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൾ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് രവി അങ്ങ് കയറിപ്പോവാണ്. അപ്പം ഇനി തൻ്റെ അമ്മായിയമ്മ എങ്ങാനും ശ്രുതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് ഈ കല്യാണം മുടക്കൂ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ചന്ദ്രമതിക്കുണ്ട്. ചന്ദ്ര അങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പം അവളോട് ഉടനെ തന്നെ പറഞ്ഞു, അതെ, നീ എന്തൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? നാളെ നടക്കുന്ന ഫംഗ്ഷന് നീ ആരെയൊക്കെ ക്ഷണിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. ഇത് കേട്ടതും, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാരും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതെ, നിന്റെ വീട്ടുകാരൊന്നും ഇവിടെ വരാനൊന്നും ഞാൻ സമ്മതിക്കൊന്നുമില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെറും ഒരു പൂക്കച്ചവടക്കാര്. എൻ്റെ ഭാവി മരുമകളുണ്ടല്ലോ ശ്രുതി, അവളുടെ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അവൾ വരുന്ന ഫംഗ്ഷന് നിന്റെ വീട്ടിൽ നിന്ന് ആരും വരണ്ടാന്നും പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം രേവതി ആണെങ്കിലോ, അതെ, എൻ്റെ താലികെട്ടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള ആൾക്കാർ വന്നില്ലെങ്കിൽ എങ്ങനെ അമ്മ ശരിയാവുന്നത്? എൻ്റെ അമ്മയ്ക്കും എൻ്റെ കൂടപ്പറപ്പുകൾക്കും ആ ഒരു ചടങ്ങ് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചി അവിടെ വന്നു. സച്ചി വന്ന പാടെ തന്നെ, രേവതി, നീ പറഞ്ഞത് തന്നെയാണ് ശരി. നീ നിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നീ തീരുമാനിക്കണം ആരൊക്കെ വരണമെന്നുള്ളത്. അതുകൊണ്ട് അമ്മയെയും ദേവുനെയും ശരത്തിനെയും ഒക്കെ വിളിക്കണം. അതുമാത്രമല്ല, നീ പൂ കൊടുക്കുന്ന നിനക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരെയും ഒക്കെ വിളിക്കണമെന്ന് പറഞ്ഞു. സച്ചി ഇങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പം ചന്ദ്രമതിക്ക് അത് തീരെ ദഹിക്കുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇത് എന്തെന്നാണ്, എന്ത് പറഞ്ഞാലും അപ്പോൾ ഇവൻ വന്ന് ഇടപെടുവാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ രേവതിയുടെ കൂടെ അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ ചെന്ന പാടെ തന്നെ രേവതിയോട് പറയുന്നുണ്ട്, അതെ, അവിടെ വെച്ച് ചന്ദ്രമതി ഒന്ന് ഒതുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നീ എന്തായാലും ക്ഷണിക്കേണ്ടവരെയൊക്കെ നീ തന്നെ പോയി ക്ഷണിക്കണം, എനിക്ക് വണ്ടി ഓടിക്കാൻ പോയേണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പം രേവതി പതിയെ നമ്മുടെ സച്ചിയുടെ കയ്യിൽ കയറി പിടിച്ചു. എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേർക്കും പരസ്പരം എന്തൊക്കെയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പം ചന്ദ്രമതി രവിയുടെ അടുത്ത് ചെന്നു, നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ മകനും നിങ്ങളും ഒക്കെ കൂടി ഭയങ്കര കളിയാണല്ലോ കളിക്കുന്നത്. ഇവിടെ ഈ വീട്ടിൽ പൂക്കാരെ ഒന്നും കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എടി, രേവതിയുടെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് രേവതിയുടെ വീട്ടിൽ നിന്നും ആരും വരരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? എടാ മനുഷ്യ, നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത്? മലേഷ്യക്കാരൻ്റെ മകളാണ് നാളെ ഫംഗ്ഷന് വരാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കോടീശ്വരി വരുമ്പോഴത്തേക്കിനും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒന്നും ചേരാത്ത ഒരു വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നത്? അവളും അവളുടെ ഒരു പൂക്കാരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിനക്കറിയില്ല ആ ഒരു കുടുംബം എത്രമാത്രം സുഗന്ധമുള്ളൊരു കുടുംബമാണെന്നുള്ള കാര്യം. ഭയങ്കര സുഗന്ധമാണ്. ചില പൂക്കളൊക്കെ ഭയങ്കര നാറ്റം കാരണം നമുക്ക് അടുക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ രേവതി മോശമായിട്ട് പറയുമ്പം നീ മാത്രമേ അങ്ങനെ പറയുള്ളൂ. ഈ വീട്ടിൽ വന്ന ചെമ്പനീർ പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു കുട്ടിയാണ് രേവതി എന്നും പറഞ്ഞ് തൻ്റെ മരുമകളെക്കുറിച്ച് രവി നല്ല രീതിയിൽ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ഞാൻ നാളെ ഒരു കാര്യം ചെയ്യും, ഈ റൂമിൽ കയറി ഞാൻ വാതിലും അടച്ചിരിക്കും. വരാനുള്ളവരൊക്കെ അമ്മായിയമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പം അമ്മായിയമ്മ റൂമിലാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അത്രയ്ക്ക് ധൈര്യം നിനക്കുണ്ടോ ചന്ദ്രയെന്ന് രവി ഒന്ന് കടുപ്പിച്ച് ചോദിച്ചതും ചന്ദ്രമതി ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലും നീ തന്നെ നിന്റെ ഭാവി മരുമകളെ വിളിക്കണം, അവൾ നാളെ ഈ ഫംഗ്ഷന് വരണം, എൻ്റെ അമ്മ അവളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ നടക്കണമെന്നും പറഞ്ഞ് ചന്ദ്രയെ ചിട്ടപ്പെടുത്തിയിട്ട്
നമ്മുടെ രവി അവിടുന്ന് പോയി. ചന്ദ്രമതി ആണെങ്കിലും ഇത്രയും നല്ലൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ ഇവർ എത്രമാത്രം കാശായിരിക്കും പൊടിക്കുന്നത്. എന്തായാലും തനിക്കിത് തീരെയും ദഹിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇനിയിപ്പോൾ രവിയേട്ടൻ പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതിയെ വിവരങ്ങളൊക്കെ അറിയിക്കണം. അപ്പൊ ശ്രുതിയെ വിളിക്കുകയാണ്. ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചതും ശ്രുതിയാണെങ്കിലോ ഫുഡൊന്നും കഴിക്കാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അത് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ആണെന്ന് പറഞ്ഞപ്പം മോളെ ഇത്രയും രാത്രി ആയില്ലേ, ഇനി നീ ഇത് എപ്പോൾ ഉണ്ടാക്കി കഴിക്കാനാണ്? ഞാൻ അതൊക്കെ ഇനി ഓർഡർ ചെയ്യുള്ളൂ അമ്മേ. ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു മോളെ. നാളെ സച്ചിയുടെയും രേവതിയുടെയും താലികെട്ടൽ ചടങ്ങാണ്. 10 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതെ, എനിക്ക് മോളോട് പറയുന്നതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ആ പൂക്കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും മോളായിരിക്കും അമ്മയുടെ ചീഫ് ഗസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് കാര്യങ്ങൾ ചന്ദ്ര പറഞ്ഞു. ശ്രുതിയാണെങ്കിലോ അതിനെന്താ അമ്മേ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയല്ലേ, അതിൽ അമ്മയോടൊപ്പം തന്നെ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാനുണ്ടാകും. ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ ബെല്ലടിക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുന്ന സമയത്ത് തൻ്റെ അമ്മയും ആദ്യം കൂടി വീട്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ശ്രുതി. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് നടക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ മറ്റൊരു വിശേഷത്തിലൂടെ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്